കോഴിക്കോട് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഇങ്ങോട്ടെങ്കിലും യാത്ര പോകാനാണ് ഇന്നത്തെ പദ്ധതി. അപ്പോൾ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് 3 സ്ഥലങ്ങളാണ്: ബേപ്പൂര്, ചാലിയം, പിന്നെ കടലുണ്ടി എന്ന് പറയുന്നത്. കടലുണ്ടി എന്ന ഗ്രാമവും ബേപ്പൂർ എന്ന് പറയുന്ന ബീച്ചും, പിന്നെ ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്കുള്ള ജങ്കാർ യാത്ര. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേപ്പൂർ ബീച്ചിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആണ് പുറകിലുള്ളത്. ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നിങ്ങൾക്ക് ആ സൈഡിൽ കാണാൻ പറ്റിയ ഒരു വലിയ നീളത്തിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അതിങ്ങനെ നമുക്ക് ഈ കരയിൽ നിന്ന് അത് കടലിൽ കുറച്ചധികം ഉൾക്കടലിലേക്ക് ഉണ്ട്. അപ്പൊ അതിങ്ങനെ കാറ്റടിക്കുന്ന സമയത്ത്, തിര വരുന്ന സമയത്ത് അതിങ്ങനെ ആടി ആടി ഒളിഞ്ഞ് നിൽക്കും. അതാണ് നമുക്ക് അതിൻ്റെ മേളിൽ കയറി നിൽക്കാൻ പറ്റും. അപ്പൊ അതിനകത്തൂടെ കുറച്ച് ദൂരം പോയി അവിടെ നിൽക്കാൻ പറ്റും. 120 രൂപയാണ് ചാർജ്. കുറെ നാൾ ഇത് ക്ലോസ്ഡ് ആയിരുന്നു. നേരത്തെ മുന്നേ ഒരിക്കൽ വന്ന സമയത്തൊക്കെ ഇത് പൂട്ടിയിരിക്കുമായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകാറുണ്ട്. ഇതിപ്പം പിന്നെയും റീഓപ്പൺ ചെയ്താണ്. അപ്പൊ ഞാൻ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടു. ഒരാൾക്ക് 120 രൂപയാണ്. അതെ, ഈ സൈഡിൽ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അതിനകത്തൂടെ അറ്റം വരെ പോകാം. ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ആടുന്നുണ്ട്. ഇപ്പൊ ഏതാണ്ട് കടലിന്റെ ഏതാണ്ട് അത്രയും ദൂരം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ കുറച്ച് സമയം നിൽക്കാൻ പറ്റും. ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ട്. ആടിയാടി പോകുന്നുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടന്നിട്ട് ഏതിപ്പോ ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിൽക്കാൻ പറ്റും. നന്നായിട്ട് തിര വരുന്നുണ്ട്. ഇപ്പം ഏതാണ്ട് സൺസെറ്റ് ആയി. അതുകൊണ്ട് തന്നെ തിരയുടെ ഇത് കൂടിയിട്ടുണ്ട്, ആടുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ വന്നിട്ടുള്ള പ്ലാറ്റ്ഫോം. അപ്പം ഇതാണ് ഇതിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഇത് നല്ല ടൈമാണ്. സൺസെറ്റ് ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് കാഴ്ചയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാലൻസ് ആവും. ഇപ്പൊ അത്യാവശ്യം നല്ല ബാലൻസ് ആയിട്ടുണ്ട്. ഇപ്പൊ നല്ല തിര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഒരു ബാലൻസ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കിട്ടും. ഞാനോടൊന്ന് ലാസ്റ്റ് ഇറങ്ങുന്ന ആള്. എല്ലാവരും ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പൊ ഇത് നേരത്തെ ഒരു ക്ലോസ് ചെയ്യുന്നതാണ്. ഇന്നിപ്പോ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നു. അല്ലെങ്കിൽ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും. ഞാനിങ്ങനെ ബാലൻസ് നടക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരയായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ബാലൻസ് കിട്ടിയതാണ്. അപ്പോ എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ഒരു ബേപ്പൂരിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് 120 രൂപയാണ് ഇതിന്റെ ചാർജ് ഒരാൾ. ബേപ്പൂർ ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ള ഈ കടൽപ്പാലം. പുറകിൽ കണ്ടില്ലേ, ആ ഒരു നീളത്തിന് കടൽപ്പാലം, അങ്ങറ്റം വരെ നീളുന്ന ഒരു കടൽപ്പാലം ഉണ്ട്. അതും നല്ല ഭംഗിയാണ്. നമുക്ക് വൈകുന്നേരം അങ്ങ് ദൂരെ പോയി കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. കുറച്ചധികം നടക്കാനുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്ററോളം നമുക്ക് ആ ഒരു പാലത്തിൽ കൂടെ അങ്ങറ്റം പോകാനുണ്ട്. ഇപ്പൊ രാത്രിക്കാണെങ്കിൽ ആളുകൾ ഒരുപാട് വന്നിരിക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ബീച്ചിൽ ഉള്ളതുപോലുള്ള അത്രത്തോളം സ്റ്റോളുകളും കടകളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ കുറച്ച് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയ, പിന്നെ ഇതുപോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും പിന്നെ ഇതുപോലത്തെ കടൽപ്പാലമൊക്കെ കോഴിക്കോട് ബ്രിഡ്ജിലില്ല. അപ്പൊ അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ബേപ്പൂർ ബീച്ച്. ഇതാണ് നമ്മുടെ ബേപ്പൂർ ബീച്ചിലുള്ള കടൽപ്പാലം. ദൂരമുണ്ട്. നമുക്ക് അങ്ങറ്റം നടന്നു പോകാൻ പറ്റും. നല്ല കാറ്റാണ്. ബേപ്പൂർ തുടക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് നല്ല കാറ്റാണ്. അകത്തേക്ക് പോകുന്ന ഒരുപാട് കാറ്റ് ഉണ്ടാവും. അപ്പൊ അതാണ് ഒത്തിരി ആളുകൾ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഈ ഫേസ് ചെയ്ത് നമുക്ക് ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ബീച്ച്. അതിന് വേണ്ടുന്ന സൗകര്യങ്ങളാണ്. ഇതാണ് ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്ക് പോകുന്ന ജങ്കാർ സ്റ്റേഷൻ. ഇതാണ് ജങ്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരാൾക്ക് 5 രൂപയാണ് ടിക്കറ്റ്. 5 രൂപ ടിക്കറ്റ് ഇവിടെ നിന്ന് കാണുന്നത് തന്നെയാണ്. അവിടെ ദൂരെ കാണുന്നത് തന്നെയാണ് നമ്മുടെ ചാലിയം ജങ്കാർ പോയിന്റ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ജങ്കാർ കയറി ചാലിയത്തേക്ക് പോകും.
ആദ്യത്തെ ജങ്കാർ സർവീസ് ഇപ്പോൾ ഇവിടെ ചാലിയത്ത് എത്തിയിട്ടുണ്ട്. ചാലിയത്ത് ഞാൻ വന്നിട്ടുള്ള ജങ്കാർ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് നമുക്ക് തിരിച്ചറിയ ജങ്കാറിൽ തന്നെ തിരിച്ച് ബേപ്പൂർ പോകണം. ബേപ്പൂരിൽ നിന്നാണ് തിരിച്ച് കോഴിക്കോടേക്കുള്ള ബസ്സുള്ളത്. ഇതിവിടെ ചാലിയത്തെ ലൈറ്റ് ഹൗസ് ആണ്. പുറകിൽ നിന്ന് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ അവർ നേരത്തെ അടച്ചിട്ട് പോയിട്ടുണ്ട്, സമയമായിട്ടില്ല. എന്നാലും ഈ സൈഡിൽ നിന്ന് നമുക്ക് ലൈറ്റ് ഹൗസിന്റെ വ്യൂ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു വ്യൂ കാണാൻ പറ്റും. ഇപ്പം സൺസെറ്റ് ആകാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൂര്യൻ അസ്തമിക്കുന്നത് കൂടെ നമുക്ക് ആ ലൈറ്റ് ഹൗസിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ചാലിയത്ത് നിന്ന് ബസ് കയറി കടലുണ്ടിയിൽ എത്തിയിട്ടുണ്ട്. കടലുണ്ടി ഒരു ഗ്രാമമാണ്. കോഴിക്കോടിന്റെ ആ ഒരു തിരക്കൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു ഗ്രാമമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പക്ഷി സങ്കേതമുണ്ട്, ബേർഡ് സാങ്ച്വറി ഉണ്ട്. നമുക്കിവിടെ ബോട്ടിങ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഈ പറഞ്ഞ പോലെ തിരക്കൊന്നുമില്ല, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ കടലുണ്ടിയിലെ റെയിൽവേ സ്റ്റേഷൻ. വളരെ കുറച്ച് ട്രെയിനുകൾ മാത്രം നിർത്തുന്ന ഒരു ചെറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ റോഡ് കുറച്ച് ദൂരം ഉള്ളിലേക്ക് വന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ബോർഡുണ്ട്, വെൽക്കം ടു കടലുണ്ടി ബേർഡ് സാങ്ച്വറി എന്നുള്ള ബോർഡുണ്ട്. അപ്പം ഈ റോഡ് നമ്മൾ കുറച്ച് ദൂരം പോകുന്ന സമയത്താണ് നമുക്ക് കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലേക്ക് എത്താൻ പറ്റുക. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു വലിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ പാർക്ക് പോലെയുണ്ട്. ഇതെല്ലാം നല്ല മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നല്ല ആ ഒരു ഗ്രാമത്തിന്റെ ആ ഒരു വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കടലുണ്ടി. കടലുണ്ടിയിൽ എത്തിയിട്ടുണ്ട്. കടലുണ്ടി കോഴിക്കോട്ടെ ഒരു ബേർഡ് സാങ്ച്വറിയാണ് കടലുണ്ടി. അതെ, മനോഹരമായിട്ടുള്ള ഒരു ഐലൻഡാണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കടലുണ്ടി പുഴ ഒഴുകുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് റെയിൽവേ ബ്രിഡ്ജ് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരുപാട് ബോട്ട്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടൽക്കാടുകളാണ്. ദൂരെ കാണുന്നതെല്ലാം കണ്ടൽക്കാടുകളാണ്. നമുക്ക് കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടി ഒരു ബോട്ടിൽ പോകാൻ പറ്റും. ഒരു ബോട്ടിന് 800 രൂപയാണ് ചാർജ്. 8 സീറ്റുണ്ട്, ഷെയർ ഇട്ട് പോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോട്ടായിട്ട് എടുത്തിട്ടും പോകാൻ പറ്റും. പിന്നെ ബേർഡ് സീസണിൽ ബേർഡ്സ് വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന സീസണിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബേർഡ്സിനെ കാണാൻ പറ്റും. ഇപ്പോൾ സീസൺ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു ഏപ്രിലായി. അപ്പോൾ അതുകൊണ്ട് സീസൺ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടില്ല, ഇപ്പം ബോട്ടിൽ പോയ ബോട്ടുകൾ നിങ്ങൾക്ക് വരുന്ന കാണാൻ പറ്റും. നിങ്ങൾക്ക് ദൂരം നിന്ന് വരുന്ന കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശാന്തമായ കോഴിക്കോടിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റു ദിവസം കാണാം.